കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോർത്ത് മൂന്നാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന വഴിയോര കടകൾ ഒഴിയണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത വിഭാഗത്തിന്റെ നോട്ടീസ് ലഭിച്ച് 7 ദിവസത്തിനകം ഒഴിയണമെന്നും അല്ലാത്തപക്ഷം പാതയോരത്തെ കയ്യേറ്റം ഒഴിപ്പിക്കുമെന്ന് നോട്ടീസിൽ വ്യക്തമാക്കുന്നു. നാളുകൾക്ക് മുമ്പ് മൂന്നാർ മേഖലയിൽ വഴിയോര കടകൾ ഒഴിപ്പിച്ചിരുന്നു. ഇതിനുശേഷം വീണ്ടും വഴിയോര കടകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ദേശീയപാത വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ നടപടി. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ദേശീയപാതയോരത്ത് അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള വഴിയോര പെട്ടിക്കടകൾ നീക്കം ചെയ്യണമെന്നാണ് ദേശീയപാത വിഭാഗത്തിന്റെ നോട്ടീസ്. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് കടകളിൽ പതിക്കുകയും വഴിയോര കടകൾ നടത്തുന്നവർക്ക് കൈമാറുകയും ചെയ്തു. നോട്ടീസ് ലഭിച്ച് 7 ദിവസത്തിനകം കടകൾ നീക്കം ചെയ്യണമെന്നാണ് അറിയിപ്പ്. അല്ലാത്ത പക്ഷം കയ്യേറ്റം ഒഴിപ്പിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചിലവ് കടയുടമകളിൽ നിന്ന് ഈടാക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു. നാളുകൾക്ക് മുമ്പ് മൂന്നാർ മേഖലയിൽ വഴിയോര കടകൾ ഒഴിപ്പിച്ചിരുന്നു. ഇതിനുശേഷം വീണ്ടും വഴിയോര കടകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ദേശീയപാത വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ നടപടി. 2-ാം മൈലിലടക്കം നിരവധിയായ വഴിയോര കടകൾ ദേശീയപാതയോരത്തുണ്ടായിരുന്നു. ഇവയെല്ലാം പൂർണ്ണമായി നീക്കം ചെയ്യപ്പെട്ടു. മൂന്നാർ മേഖലയിൽ വഴിയോര കടകൾ നീക്കം ചെയ്യുന്ന ഘട്ടത്തിൽ പ്രതിഷേധമുയരുകയും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതോടെ നീക്കം നിലച്ചു. മാസങ്ങൾ പിന്നിട്ടതോടെ പുതിയതായി വീണ്ടും മറ്റു പലയിടങ്ങളിലുമായി വഴിയോര കടകൾ രൂപം കൊണ്ടു. വഴിയോര കടകൾ വർദ്ധിച്ചാൽ വീണ്ടും ഗതാഗതക്കുരുക്കടക്കമുള്ള പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന സാഹചര്യത്തിലാണ് ഒഴിപ്പിക്കൽ നീക്കവുമായി ദേശീയപാത വിഭാഗം രംഗത്ത് വന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.